നിങ്ങളുടെ വരുമാനത്തിന് മേൽ ഡിപ്പെൻഡൻ്റ് ആണ് നിങ്ങളുടെ ഫാമിലി എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പക്കൽ ടേം ഇൻഷുറൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്താണ് ഈ ടേം ഇൻഷുറൻസ്? ടേം ഇൻഷുറൻസ് എന്ന് വെച്ചാൽ നിങ്ങൾ മരണപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് ഒരു വലിയ തുക ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നു. ഈ ടേം ഇൻഷുറൻസ് ഉണ്ടാകേണ്ടത് ഒരു പ്രധാന ആവശ്യം കൂടിയാണ്. എങ്ങനെയാണോ ആധാർ കാർഡ് അത്യാവശ്യമായിരിക്കുന്നത്, എങ്ങനെയാണോ വോട്ടർ കാർഡ് അത്യാവശ്യമായിരിക്കുന്നത്, അങ്ങനെ തന്നെ വളരെ അത്യാവശ്യമുള്ളതാണ് ടേം ഇൻഷുറൻസ്. ഇപ്പോഴും നിങ്ങളുടെ പക്കൽ ടേം ഇൻഷുറൻസ് ഇല്ല എങ്കിൽ അതിന് 3 എക്സ്ക്യൂസസ് മാത്രമേ നിങ്ങൾക്ക് നൽകാൻ കഴിയൂ. 1, നിങ്ങളുടെ വിചാരം നിങ്ങൾ മരിക്കില്ല, അതുകൊണ്ട് ഇൻഷുറൻസ് ആവശ്യമില്ല. 2, നമ്മൾ മരണപ്പെട്ടാൽ കുടുംബത്തോടുള്ള നമ്മുടെ എല്ലാവിധ പ്രാരാബ്ദങ്ങളും ഉത്തരവാദിത്തങ്ങളും അവസാനിക്കുന്നു. 3, ടേം ഇൻഷുറൻസിനെ പറ്റി നിങ്ങൾക്ക് ക്ലിയർ കട്ടായി ആരും പറഞ്ഞു തന്നിട്ടില്ല. നിങ്ങൾ ആദ്യത്തെ 2 പോയിന്റിൽ പെടുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ. ഈ വീഡിയോ നിങ്ങൾക്കുള്ളതല്ല. പക്ഷേ നിങ്ങൾ 3rd പോയിന്റ് പെടുന്നവരാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ ഉറപ്പായിട്ടും കാണണം. ഒന്ന് മനസ്സിലാക്കൂ, നമ്മൾ ജീവനോടുള്ളിടത്തോളം കാലം നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കും. വണ്ടി, വീട്, കുടുംബം, കുട്ടികൾ, റിട്ടയർമെൻറ്റ് എല്ലാം സംഭവിക്കും, യാതൊരു സംശയവുമില്ല. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന് തുണയായി വരുന്ന ഒരേ ഒരു വസ്തുവാണ് ടേം ഇൻഷുറൻസ്. പക്ഷേ ഇൻഷുറൻസ് ഏജൻറ്റ് ഇത് വിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പ്യുവർ ടേം ഇൻഷുറൻസിൽ കാര്യമായ കമ്മീഷനൊന്നും കിട്ടത്തില്ല. ഇൻഷുറൻസ് ഏജൻറ്റ് വേറെ എന്തെങ്കിലും പോളിസി ആയിരിക്കും ഉപദേശിക്കുക. നിങ്ങൾക്ക് തോന്നുവാണ് ഞാൻ എന്തായാലും അമരനല്ല, എനിക്ക് എൻ്റെ ഫാമിലിയുടെ ഭാവി സെക്യൂർ ആക്കണം. സുഹൃത്തെ, നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഇൻഷുറൻസ് ഒന്ന് ചെക്ക് ചെയ്യൂ. ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് ഉറപ്പുവരുത്തുക. ഇനിയും എടുത്തിട്ടില്ലെങ്കിൽ എപ്പോൾ എടുക്കണം, എത്ര രൂപയുടെ എടുക്കണം, എവിടെ നിന്ന് എടുക്കണം, ഈ വീഡിയോയിൽ അതിനെപ്പറ്റി നമ്മൾ വിശദീകരിച്ച് പറയുന്നുണ്ട്. അഥവാ നിങ്ങൾ പറയുകയാണ് ഞാൻ ആദ്യമേ തന്നെ ടേം ഇൻഷുറൻസ് എടുത്തിരിക്കുകയാണ് എങ്കിലും സുഹൃത്തെ, ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഒരുപാട് മിസ്റ്റേക്സ് സംഭവിക്കാറുണ്ട്. 9 മിസ്റ്റേക്സിനെ പറ്റി നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഫുൾ വീഡിയോ ഒന്ന് നോക്കി നിങ്ങൾ ഈ മിസ്റ്റേക്സ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയേരെ. അങ്ങനെയും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും.